ഇതുവഴി ഇങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ അവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇപ്പുറത്ത് ആ വാട്ടർഫോളിൻ്റെ ഇപ്പുറത്ത് വലിയ പാറക്കോറി, പൊട്ടിച്ചിരുന്ന പാറക്കോറിയാണ്. അതിൻ്റെ അപ്പുറത്താണിപ്പോൾ ഈ വെള്ളം ചാടുന്നത്. എന്താണ് മഴ പെയ്ത് വെള്ളം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. കരയിൽ നിന്നൊക്കെ കാണാം. വെള്ളം കൂടുതലായതുകൊണ്ട് ഡേഞ്ചർ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. അവിടെയും മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾ കേരള ട്രിപ്പിൻ്റെ 15ാം ദിവസമാണ്. നമ്മൾ ഇന്ന് ഉള്ളത് അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. PWD ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വന്ന മലപ്പുറം ജില്ലയുടെ ബാലൻസും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലോട്ടും കയറുവാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എല്ലാ ദിവസവും ഓരോ റൂമുകളിൽ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം ഇതുപോലെ ഓരോ ജില്ലയിലും ബാക്കിയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് അങ്ങനെ പോവുകയാണ്. മലപ്പുറം ബാലൻസ് കോഴിക്കോട് ജില്ലയിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി അടുത്ത ദിവസം ഇനി എത്ര നമ്പറുണ്ട്? 3 4 കാസർഗോഡ് 3 ജില്ലയും കൂടെ ബാലൻസ് ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകാം. അരീക്കോട് ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. നമ്മൾ രാവിലെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി. നമ്മളിന്ന് ഇന്നത്തെ കറക്കം. ഓക്കെ, പോവാ. കൊല്ലം കൊല്ലി വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 6 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ നമ്മളെ റൂമിൽ നിന്ന്. അടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു വാട്ടർഫോൾ കണ്ടതിന് ശേഷം നമുക്ക് ഇനി അടുത്ത സ്ഥലം നോക്കാം. ഇപ്പം നമ്മൾ പോകുന്നത് കൊല്ലം കൊല്ലി വാട്ടർഫോൾ. ഇപ്പോൾ ഫ്രണ്ടേ പോകുന്ന ആട്ടോ ചേട്ടൻ ഉണ്ടല്ലോ, നമുക്ക് വഴി ചോദിച്ചപ്പോൾ കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ ചേട്ടനും അങ്ങോട്ടാണ്. അപ്പോൾ പറഞ്ഞു പുറകെ വിട്ടോ, ഞാനും അങ്ങോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കേട്ടോ. ഇത് യാത്രയ്ക്ക് പോകുമ്പോഴേ നമ്മൾ മാക്സിമം മാപ്പ് നോക്കിയാൽ പോകുന്നത്. ചിലപ്പോൾ ചില സ്ഥലങ്ങൾ കിട്ടാതെ നമ്മൾ കിടന്ന് കറങ്ങും, കറക്റ്റ് ലൊക്കേഷൻ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ടാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമുക്ക് തരുന്നത്. കൊല്ലം കൊല്ലി വാട്ടർഫോളാണ് എത്തിയിട്ടുള്ളത്. അതൊരു പാറക്കോറിയാണ്. ഇപ്പോഴും പാറ പൊട്ടിക്കുന്ന പാറക്കോറിയാണ്. അപ്പോൾ അതിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകാനുള്ള. ഇതുവഴി ഇങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ അവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവഴി അങ്ങ് നടന്നു പോകാം. ഹൈ ബോബോ, ബോബോ എവിടെ? ബോബോ 2 3 4-5 ഉണ്ട്. നമ്മൾ ആ സൈഡിൽ കൂടെ ഇങ്ങോട്ട് നടന്നിറങ്ങാം കേട്ടോ. നടന്നു പോകാനുള്ള വഴിയാണ്, കല്ലിളകിയ വഴി. ആ ദൂരെ നിന്ന് നമുക്ക് കാണാം വലിയ വാട്ടർഫോളാണെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങോട്ട് വണ്ടി ഒന്നും ഇറങ്ങത്തില്ല, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നടന്നു പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ പാറ പൊട്ടിക്കുന്നുണ്ട് ഇപ്പോഴും. ഇവിടെ അതുപോലെ തന്നെ വലിയ പാറക്കോറിയാണ്. നമ്മൾ പോകുന്ന വഴിയും വലിയ പാറക്കോറിയാണ്. ഇപ്പുറത്ത് ആ വാട്ടർഫോളിൻ്റെ ഇപ്പുറത്ത് വലിയ പാറക്കോറി, പൊട്ടിച്ചിരുന്ന പാറക്കോറിയാണ്. അതിൻ്റെ അപ്പുറത്താണിപ്പോൾ ഈ വെള്ളം ചാടുന്നത്. അപ്പോൾ ഇതാണ് വഴി. അങ്ങോട്ട് പോകട്ടെ. ഇത് ഒരു തെങ്ങും പറമ്പാണ്. തേങ്ങയൊക്കെ വീണ് കിടപ്പുണ്ട്, ഓലൊക്കെ വീണ് കിടപ്പുണ്ട്. പോവാ. തേങ്ങ, ഓല, വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കണ്ടാ മുന്നേ? ഞാൻ കണ്ടില്ല. മുന്നേ കണ്ടില്ലേ? ദൂരെ ഒന്നും കണ്ടല്ല. ഉത്തുപുരം കണ്ടാ? ഞാൻ കണ്ടില്ല. ഞാൻ ഉത്തുപുരം കണ്ടു. ഇതുകൊണ്ട് വെള്ളം ഇവിടെ സൈഡിൽ മറ്റേ പഴയ പാറ പൊട്ടിച്ചിരുന്ന അതിൻ്റെ പാറക്കുളമുണ്ട്. അത് തന്നെ ഒരു കാഴ്ചയാണ് സംഭവം. എൻ്റെ അമ്മേ, വലിയ വെള്ളച്ചാട്ടം അവിടെ അല്ലേ? ഇപ്പം വീണേനെ. വെള്ളച്ചാട്ടം. ഇത് മുന്നേ പാറ പൊട്ടിച്ചിരുന്ന ഒരു കോറിയാണേ. ഇവിടെ
വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ അല്ല, കുറച്ചപ്പുറത്താണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഇന്ന് പോകാം, വെള്ളച്ചാട്ടത്തിലോട്ട് പോട്ടെ. ടാജിയും പപ്പയൊക്കെ ഇങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ട്. അമ്മ ഇങ്ങ് വന്നില്ല. നമ്മൾ ആ ഫസ്റ്റ് കണ്ട പാറപ്പുറയിലെ എൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. എവിടെയാണ് വെള്ളം കയറി കിടക്കുന്നത്. നമുക്കിവിടെ നിന്നാൽ തന്നെ അങ്ങ് ദൂരമായിട്ട് വെള്ളച്ചാട്ടം കാണാം. ചെറിയ വെള്ളച്ചാട്ടം അല്ല കേട്ടോ. നമ്മൾ നിന്ന ഡെസ്റ്റിനേഷൻ, നമ്മൾ നിന്ന റൂമിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ജസ്റ്റ് നോക്കിയിട്ട് വന്നേ. ഇവിടെ ഇത് ഒരു പാറമട, അപ്പുറത്ത് പാറ പൊട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിങ്ങോട്ട് ചെറിയൊരു നടവഴിയുണ്ട്, നടന്നു പോകാം നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക്. ഇതായിരിക്കണം വഴി, എന്തായിരുന്നാലും അറിയില്ല. നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം കേട്ടോ. അവിടെ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നേരത്തെ കണ്ട ആ പാറ അവിടെ രണ്ടുപേർ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, നോക്കാം. ഇവിടെ ഇഷ്ടം പോലെ കമുണ്ട്. നമ്മൾ റോഡ് വരുമ്പോഴായിരുന്നാലും ഇതുപോലെ കമുകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ നമ്മളെ എന്താണ് വേറെ മരങ്ങൾ നട്ടിട്ടിരിക്കും പോലെ ഇവിടെ കമുക് കൃഷിയാണെന്ന് തോന്നുന്നത്. കൃഷി പാക്കിന് വേണ്ടിയിട്ട് കൃഷിയുണ്ട്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് വെണ്ട കൃഷി ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇവിടെ വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം വേറൊരു സ്ഥലത്താണ് പോയത്. നമ്മൾ 4 മണിക്കാറ്റ് അതുപോലെ ഒരു നെൽപ്പാടത്തിലാണ് പോയത്. പക്ഷേ അവിടെ പോയപ്പോൾ അത് നെല്ല് അല്ലാതെ ഈ പശുവിനെ കൊടുക്കുന്ന പുല്ലാണ് വളർന്ന് നടക്കുന്നത്. അത് ഒരു പാടം പോലെ കിടക്കുകയാണ്. പിന്നെ അത് ഞാൻ എടുക്കാതെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ വാട്ടർഫോള് എത്തിയിട്ടുണ്ട്. ഇടിലം സ്പോട്ടാണ് കേട്ടോ, ഇടിലം സ്പോട്ടാണ്. എന്തോ മുന്നറിയിപ്പൊക്കെ വച്ചിട്ടുണ്ട്, കാരണം നല്ല ചരിഞ്ഞ് കിടക്കുന്ന പാറയാണ്. ഓക്കെ, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. കറക്കാൻ സാധ്യതയുണ്ട്, കാരണം പാറയാണ്, തുടക്കം തന്നെ പാറയാണ്. പോലീസ് അറിയിപ്പ്: ഈ പ്രദേശത്തെ ടൂറിസത്തിൻ്റെ പേര് മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പന നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ പല അനിഷ്ട സംഭവങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും അധികാരികളുടെയും നേതൃത്വത്തിൽ പൗരസമിതി രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് സാമൂഹിക പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിൻ്റെയും മറ്റധികാരികളുടെയും സഹായത്തോടെ കർശന നടപടി എടുക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ശേഷം സന്ദർശകരായി വരുന്നവർ ഇവിടെ പ്രവേശിക്കാനോ തങ്ങാനോ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ടൂറിസത്തിൻ്റെ പേരിൽ ഇവിടെ മദ്യവും മയക്കുമരുന്നോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വിൽപ്പന ഉണ്ടായിരുന്നു. അതൊക്കെ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പിൻ്റെ ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാട്ടർഫോള്. ഇത്രയും ഉയരത്തിലാണ് വെള്ളം ചാടി വരുന്നത്. രാവിലെ തന്നെ നല്ല ഹൈറ്റുള്ള ഒരു വെള്ളച്ചാട്ടം കണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒഴുകി പോവുകയാണ് അങ്ങോട്ട്. ഓപ്പൺ ഇത്രയും ഹൈറ്റ് ഉണ്ടാണ്. ഇതിൽ മഴ സമയമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പാറക്കൂട്ടങ്ങളുടെ ഒരു വെള്ളച്ചാട്ടം. ഇവിടെ ഫുള്ള് കൃഷി എന്താണെന്നറിയാമോ? കമുക് കൃഷിയാണ്. കമുക് നമ്മളീ വന്ന വഴിയുടെ 2 സൈഡിലും നിറച്ചു. എന്ത് ഭംഗിയാണ് കാണാൻ. കമ്പ് പോലെ ഇങ്ങനെ പോകുന്നത്. കമുകിൻ്റെ കൃഷിയാണ് ഫുള്ള്. കൃഷി എന്ന് തന്നെ പറയാം. അങ്ങനെ 2 സൈഡിലും നിറച്ച് കമുക് നിൽക്കുന്നുണ്ട്. കമുക് എന്ത് പറയാനാ, നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ പ്രത്യേകതയായിരിക്കും ഏറ്റവും. പിന്നെ വന്ന വഴിയിലാണെങ്കിൽ തെങ്ങും തോപ്പും ഫുള്ള് തെങ്ങാണ്. നമ്മളെ നാടിനെ അങ്ങനെ മോശപ്പെടുത്തി പറയുന്നതല്ല, നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം തോന്നിയൊരു കാര്യം പറയണം. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് തറയിൽ നിറച്ച് തേങ്ങ കിടക്കുകയാണ്. തറയിൽ നിറച്ച് 1, 2, 3 മാസം പഴക്കമുള്ള, കണ്ടാവില്ല, ഉണങ്ങിയുള്ള തേങ്ങകളൊന്നും നിരന്ന് കിടക്കുകയാണ്. കുറേ സ്ഥലത്തത് പൊതിച്ചിട്ടുള്ള തൊണ്ടുണ്ട്. തറയിലൊക്കെ അങ്ങ് കിടക്കും. ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ 10, 100, 150 തേങ്ങ നമ്മൾ കണ്ടു കാണും. ആ വഴിയിലും ആ സൈഡിലായിട്ട് ആരും എടുക്കില്ല എന്നാണ് തോന്നുന്നത്. പറയാതെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ അങ്ങ് മോശപ്പെടുത്തി പറഞ്ഞല്ല, അപ്പുറത്തെ ഒരു തേങ്ങ വീഴുന്നെങ്കിൽ അതിൻ്റെ സൗണ്ട് കേട്ട് ചിലപ്പോൾ ഓടിച്ചെന്ന് എടുക്കുന്നവർ കാണും. അങ്ങനെ കാണും, എടുക്കുന്നവരായിരിക്കും. ഇങ്ങനെ ഇട്ടേക്കെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തോ ഒത്തിരി ഉള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും തെങ്ങും തോപ്പം അവിടെ. കൊല്ലംകൊല്ലി വാട്ടർഫോൾ അടിപൊളി. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നടന്നു വരാൻ വേണ്ടിയിട്ട്. ഇവിടെ കുളിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പിന്നെ
മുകളിലോട്ടൊക്കെ കയറുന്നത് നല്ല അപകട സാധ്യത ഉള്ളതാണ്. കാരണം ഇവിടെ മുതലെല്ലാം ഇവിടുന്ന് അങ്ങറ്റം വരെ ഇവിടെ കുഴപ്പമില്ല, ബാക്കി ഈ സ്ഥലങ്ങൾ ഇവിടെയും കുഴപ്പമില്ല. പക്ഷേ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന സ്പേസ് പാറയാണ്. അപ്പോൾ അതുകൊണ്ട് അപകട സാധ്യതയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. വരുന്നവരൊക്കെ സൂക്ഷിക്കുക. മെയിൻ ഈ ഒരു മരവും നല്ലൊരു അട്രാക്ഷനാണ്. ഉണങ്ങി നിൽക്കുന്നത് പോലെ, അത് പച്ചപ്പാണ്, പച്ചയുണ്ട്, ഇലകളില്ല, പക്ഷേ ഉണങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഈ മരവും ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും വാട്ടർഫോൾ കൊള്ളാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്, ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, പോവാം. അത് നമ്മൾ വാട്ടർഫാളിൽ നിന്ന് തിരിക്കുകയാണ്. ഇനി കള്ളിപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോണത്. 18 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത് കള്ളിപ്പാറ വ്യൂ പോയിന്റിലോട്ട്. നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റാണ് മെയിനായിട്ട്. നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കുക, അതിന് ശേഷം നമുക്കൊന്ന് ഈ വ്യൂ പോയിൻ്റ് ഒന്ന് കാണാം. ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പടങ്ങളൊക്കെ കിടക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വന്നത്. നീലക്കുറിഞ്ഞൊക്കെ പൂത്ത് നിൽക്കുന്ന പടങ്ങൾ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല. എന്തായിരുന്നാലും ഫസ്റ്റ് ചായ കുടിക്കാം. കോഫിൻ്റെ ചായ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നടന്നു പോകാം. ഇവിടുത്തെ വ്യൂ പോയിൻ്റ് നടന്ന് നോക്കിയിട്ട് വരാം. ഈ ബട്ടർഫ്ലൈ പോയി. അപ്പോൾ ഇതാണ് നമ്മൾ കള്ളിപ്പാറ വ്യൂ പോയിൻ്റ്. റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ളൊരു, റോഡിൽ നിന്നല്ല കുറച്ചും കൂടെ ഇറങ്ങാം. പിന്നെ ഇവിടെ പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മളെ മാപ്പിൽ നോക്കിയപ്പോഴേ നീലക്കുറിഞ്ഞൊക്കെ പൂത്ത് കിടക്കണം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് കണ്ടത്. ഇത് മനോഹരം അല്ല എന്നല്ല, എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര വന്നില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് പോകും കേട്ടോ. എന്റെയാണ് ചായയൊക്കെ കുടിച്ചു. ചേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ ആ ചായയുടെ ചേട്ടൻ ഇവിടുത്തെ സംസാരമൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ചേട്ടനായിട്ട് സംസാരിച്ചാൽ പറഞ്ഞു ഇന്നലെ കൂടെ ഫുള്ള് കോടമഞ്ഞാണ്. ഇവിടെ ശനി ഞായർ ദിവസം നല്ല തിരക്കുണ്ടാവും. മെയിനായിട്ട് ഇവിടെ ഈ ഒരു കട തന്നെയാണുള്ളത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ശനി ഞായർ ദിവസം വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും, ആളുണ്ട്. ഇനി ഇതിനടുത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. 5 ചായ 5 കടി കോഴിക്കോടുണ്ടെന്ന് പറഞ്ഞു. 52 കിലോമീറ്റർ. ഇന്ന് ബാലുശ്ശേരി. ബാലുശ്ശേരിയാ? ഇന്ന് ബാലുശ്ശേരി, നാളെ വയനാട് പോകണം എന്നുള്ള പ്ലാനാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ കോഴിപ്പാറ വാട്ടർഫാളിലാണ് നിൽക്കുന്നത്. നമുക്ക് ടിക്കറ്റ് ആണ് ഇവിടെ 40 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് 80 രൂപ, ഞാനും പപ്പയും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 9 മണി മുതൽ 5:30 വരെ അല്ലേ? അപ്പോൾ 9 മണി മുതൽ 5:30 വരെയും, പിന്നെ ജൂൺ മുതൽ നവംബർ വരെ ഇവിടെ അടച്ചിടുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് കയറി കാണാൻ പറ്റും. മഴ പെയ്ത് വെള്ളം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റത്തില്ല. കരയിൽ നിന്നൊക്കെ കാണാം. വെള്ളം കൂടുതലായതുകൊണ്ട് ഡേഞ്ചർ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. അവിടെയും മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള കാര്യം, ഇവിടെ നിന്ന് നമുക്ക് ട്രക്കിംഗ് ഉണ്ട് ജീപ്പിൽ. ഏതാണ് ആ സ്ഥലം ഏതാ പറഞ്ഞത്? 6 കിലോമീറ്റർ തന്നെ. അത് തന്നെ ആ ജീപ്പിൽ പോകുന്ന ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പഴശ്ശി ഗുഹ. അപ്പോൾ അവിടത്തേക്ക് പോകാൻ പറ്റുന്ന കാടിനുള്ളിലൂടെ
6 കിലോമീറ്റർ ഒരു 2 മണിക്കൂർ കൊണ്ട് കണ്ടുവരാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് പാക്കേജ് ഉണ്ട്. അതിന് 1800 ഇപ്പോൾ പറഞ്ഞത്. ചിലപ്പോൾ സീസൺ അനുസരിച്ച് മാറ്റം വന്നേക്കാം. അത് ഗവൺമെൻറ് നടത്തുന്നത് അല്ലേ? ഗവൺമെൻറ് തന്നെ ടൂറിസം വകുപ്പ് തന്നെ നടത്തുന്ന ഒരു ട്രക്കിംഗ് ആണ്. ഒരു മനോഹരമായിട്ടുള്ള സ്പോട്ടായിരിക്കും. നമുക്ക് എന്തായിരുന്നാലും പോകാനുള്ള സമയം ഇല്ലാത്തത് നമുക്ക് പോകാനുള്ളൊരു സമയക്കുറവ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. കുരങ്ങ്, കാട്ടുപോത്ത്, പൂമ്പാറ്റ, കരടി, കടുവ. ഓക്കെ, അങ്ങോട്ട് പോകാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെ സ്കിപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മൾ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പാറയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അടുത്ത് പാറയിലോട്ടാണ് നേരെ പോകുന്നത്. കൈവരികൾ കെട്ടിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് നോക്കട്ടെ. കോഴിപ്പാറ വെള്ളച്ചാട്ടം. എവിടെ വെള്ളച്ചാട്ടം? വെള്ളച്ചാട്ടം അവിടെയോ? അവിടെയോ? അപ്പോൾ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വേലികൾ കെട്ടിയിട്ടുണ്ട്. താഴെ മുതൽ അങ്ങ് മുകളിലറ്റം വരെ കെട്ടിയിട്ടുണ്ട്. പാറയിലാണ് നിൽക്കുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ മഴ പെയ്ത് കിടക്കുന്ന അവസരത്താണെങ്കിൽ ചറുക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങ് മുകളറ്റം മുതൽ ഇങ്ങനെ താഴെ അറ്റം വരെ കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ നിന്ന് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റിലേറെ നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ വളരെ ഒരു ദൃശ്യഭംഗി നൽകുന്ന ഒരു വെള്ളച്ചാട്ടം. റിസ്ക് ഒന്നുമില്ല, പക്ഷെ മഴ പെയ്യുമ്പോൾ മാത്രം ഈ പാറ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇളക്കി എടുത്താൽ തരാൻ മതി. വെള്ളച്ചാട്ടമാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ഭാഗത്ത് വെള്ളം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവിടെ നിന്നൊക്കെ വെള്ളം ചാടി പല തട്ടുകളായിട്ട് ഇങ്ങനെ വരെയാണ്. ഇവിടെ വന്നിട്ട് വെള്ളം ഇങ്ങനെ കറങ്ങി അടിച്ചാണ് പിന്നെയും പോകണം. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ഇറക്കാൻ സമ്മതിക്കും, കുളിക്കാനൊക്കെ സമ്മതിക്കുന്ന പറഞ്ഞു. ഇപ്പം വെള്ളം കുളിക്കാണ്ട് ഇറക്കത്തില്ല. പിന്നെ ആഴമുണ്ടെന്നുള്ള കാര്യത്തിൽ ആഴം ഉണ്ടാവും. പിന്നെ പാറയാണ്, ഇവിടെ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പാറ ആയതുകൊണ്ട് ചറുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കൊള്ളാം, ഫുള്ള് പാറയാണ്. അടിപൊളിയാണ് കേട്ടോ. സ്ഥലം സൂപ്പറാണ്, സ്പോട്ട് അടിപൊളിയാണ്. കോഴിപ്പാറ വാട്ടർഫോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. നമ്മൾ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു. പിന്നെ നമ്മൾ പോവുകയാണ്. കാര്യം അടുത്ത ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോകണം. നാളെ മിക്കവാറും വയനാട് കയറണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മലപ്പുറവും കോഴിക്കോടും ആണ് നമുക്ക് കവർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ. മാക്സിമം നല്ല സ്ഥലങ്ങൾ നോക്കി സെലക്ട് ചെയ്താണ് നമ്മൾ പോകുന്നത്. കൂടുതൽ ദിവസം ചിലവഴിക്കാനും കുഴപ്പമില്ല, എന്നാലും നമ്മുടെ ബഡ്ജറ്റും എല്ലാം നോക്കണം. അങ്ങനെയാണ് നമ്മൾ നല്ല സ്ഥലങ്ങൾ നോക്കി നമ്മുടെ സമയം ക്രമീകരിച്ച് പോകുന്നത്. നമ്മുടെ കോഴിപ്പാറ വാട്ടർഫോൾസിൽ വന്നു കഴിയുമ്പം ഇവിടെ വെള്ളച്ചാട്ടം മാത്രമല്ല, ഇവിടെ നമ്മുടെ വനം വകുപ്പ് നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ കാടിനുള്ളിൽ 1800 കാലഘട്ടത്തിൽ പഴശ്ശിരാജാവ് ഒളിച്ച് താമസിച്ച് കേവിലേക്ക് കൊണ്ടുപോകുന്നൊരു പാക്കേജ് കൂടിയുണ്ട്. പാക്കേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഈ ഫോട്ടോസൊക്കെ അങ്ങനെ പോകുന്ന ഏരിയാസിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നു മാത്രം. ഇവിടെ 40 രൂപയാണ് വെള്ളച്ചാട്ടം കാണുന്നതിനുള്ള ടിക്കറ്റ് വരുന്നത്. അതിന് പുറമെ ഇപ്പം നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പാക്കേജിന് ഉൾപ്പെടുന്നതാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതായത് ഈ 1500 രൂപ വെഹിക്കിൾ ചാർജ്, ഗൈഡ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് അതൊരു ട്രിപ്പിൻ്റെ ചാർജാണ്. ഇപ്പോൾ ഒരാൾ വന്നാലും 6 ആൾ വരെ വന്നാലും നമുക്കൊരു ട്രിപ്പ് വണ്ടി പോകുമ്പോൾ ഗൈഡ് എല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ മെനക്കേടിന് മൊത്തത്തിൽ വരുന്ന ചാർജാണ്. പിന്നെ 150 രൂപ പെർ ഹെഡ് ക്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 പേരാണെങ്കിൽ 2,150, 1,500. ഇപ്പോൾ 6 പേരാണെങ്കിൽ 6,150, 1,500. ആ രീതിയിലാണ് വരുന്നത്. അതായത് ഒരു ട്രിപ്പിന് പോകുമ്പോൾ മൊത്തത്തിൽ അപ്പം ഒരു ടീമാണെങ്കിൽ ആ ടീമിന് വേണ്ടി വണ്ടി ഗൈഡൊക്കെ വിട്ട് തന്ന് കാടിനുള്ളിൽ പോയി ഒരു 300-400 മീറ്ററോളം നടന്ന് പഴശ്ശിരാജാവ് 1800 കാലഘട്ടത്തിൽ ഒളിച്ച് താമസിച്ച കേവിലേക്ക് പോയി കേവ് കണ്ട്, അതായത് ഒരു 400 മീറ്ററോളം എന്തായാലും കാടിനകത്ത് നടന്ന് സുഖമായിട്ട്, ഇപ്പോൾ ഫാമിലീസ് ആണെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നുമല്ല, അങ്ങനെ പോയി കണ്ടുവരാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ ഈ കാണുന്ന ബോർഡിൽ നമുക്ക് ഡീറ്റെയിൽസ് ഇപ്പം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ചാൽ തന്നെ ഇപ്പോൾ കോഴിപ്പാറയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. മഞ്ചേരി കോവിലകത്തിൻ്റെ കീഴിൽ നിന്ന് ഏറ്റെടുത്ത് വനം വകുപ്പ് സംരക്ഷിച്ച് വരുന്ന പന്തീരായിരം മലവാരം എന്നറിയപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ഗ്രൂപ്പ്, ഒരു ഏരിയ തന്നെ ആണ് നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നത്. നമ്മുടെ നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഈ പഴശ്ശി കേവ് എന്ന് പറയുന്നത്. നമ്മുടെ കോഴിക്കോട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലുള്ള വാള്, പീഠം, പരിച ഈ പറയുന്ന കാര്യങ്ങളൊക്കെ
ഇപ്പം കോഴിക്കോട് മ്യൂസിയത്തിൽ വാൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഈ പറയുന്ന വാൾ, പീഠം, പരിചയം ഇതൊക്കെ കിട്ടിയിരുന്നു. പലരും അന്നത്തെ കാലത്തൊക്കെ 1990 കാലഘട്ടങ്ങളിലൊക്കെ തനിയെ വന്ന് പോകാൻ പറ്റുന്ന, അന്നൊക്കെ ഇപ്പം നമ്മുടെ ഫോറസ്റ്റിലൊക്കെ ആൾക്കാർ തനിയെ കയറിയിരുന്ന കാലഘട്ടങ്ങളുണ്ടല്ലോ. ഇത് ഇപ്പോൾ ലോ ഒന്നും സ്ട്രിക്റ്റ് അല്ല. അന്നൊക്കെ പോയിരുന്ന ആൾക്കാരൊക്കെ അവിടെ നമ്മുടെ ഓരോ പീരങ്കിൻ്റെ പോലത്തെ കുഴലുകളും അങ്ങനെയൊക്കെ കണ്ടതായിട്ട് കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് രീതിയിൽ നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. പുറമേക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള ഏരിയാസ് ഉള്ളത്. കോഴിപ്പാറ വാട്ടർഫാളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തന്ന അവിടെ തന്നെ ഉള്ള ട്രക്കിംഗ് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോടുകൂടി സഹകരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ യാത്ര തുടരുകയാണ്. യാത്രകളും വീഡിയോകളും ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് എത്താം. ബൈ.